സംസ്ഥാനത്ത് ഷിഗല്ല കേസുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷം രോഗം സ്ഥിരീകരിച്ചത് 114 പേർക്കാണ്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ 54 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരവും കുത്തനെ ഉയർന്നു. ഈ വർഷം ഇതുവരെ 133 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. വിവരങ്ങളുമായി സനിസ ശോഭൻ ചന്ദ്രൻ ചേരുന്നു. സനിസ, ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണ്. ഇരട്ടിയിലധികമുള്ള വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ മറ്റ് വിശദാംശങ്ങൾ? ആരോഗ്യ കേരളം പ്രതിസന്ധിയിലേക്കാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഷിഗല്ല കേസുകൾ ഇരട്ടിച്ചു. ഈ വർഷം രോഗം സ്ഥിരീകരിച്ചത് 114 പേർക്കാണ്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ 54 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചിരുന്നത്. അതിന്റെ ഇരട്ടിയാണ് ഈ വർഷം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഓരോ ദിവസവും അതിന്റെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ വയനാട് ആശുപത്രിയിൽ രോഗലക്ഷണത്തോടെ 47 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ റിപ്പോർട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ജനറൽ ആശുപത്രിയിൽ 2 പേരെ രോഗലക്ഷണങ്ങളോടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതും പുത്തൻതോപ്പ് സ്വദേശികളെയാണ്. ഈ പുത്തൻതോപ്പിൽ മറ്റൊരു 6 വയസ്സുകാരിക്ക് ഇത്തരത്തിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ കുട്ടിയിൽ നിന്നാണോ, എങ്ങനെയാണ് ഇത് പകരുന്നത്, ഇതിന്റെ ഉറവിടം ഇപ്പോഴും വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയും ഒരു പ്രതിസന്ധിയുണ്ട്. കൂടാതെ കൂടുതൽ ജില്ലകളിൽ രോഗസാന്നിധ്യം എത്തുന്നു എന്നതും ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ്. ഇതിലൊരു പരിഹാരം അല്ലെങ്കിൽ ഇതിന്റെ വ്യാപനം തടയാൻ ഇതുവരെ ഒരു നീക്കം ആരോഗ്യ വകുപ്പിൽ നിന്നും പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് വ്യാപനം തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. കൂടാതെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരവും കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഈ വർഷം ഇതുവരെ 133 കേസുകളും 33 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ 8 കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തെടുത്താണ് ഇത്തരം ഒരു കുത്തനെ ഉയർച്ചയും മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ സ്ഥിരീകരിച്ചത് ഒരു മരണമാണ്. അത്തരത്തിൽ വലിയ തരത്തിലാണ് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് പനി വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. മലപ്പുറത്തും എറണാകുളത്തും ഒക്കെ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. പല ആശുപത്രികളിലും, താലൂക്ക് ആശുപത്രികളിലാകട്ടെ മെഡിക്കൽ കോളേജിലാകട്ടെ മരുന്നുകൾ ഇല്ലാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. കൂടാതെ ഈ ഒരു നിപ്പയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ അതിന്റെ പ്രതിരോധ മരുന്ന് നാളെയോടെ മാത്രമേ കോഴിക്കോടേക്ക് എത്തൂ എന്നാണ് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതും ചെന്നൈയിൽ മരുന്ന് സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ് അത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞത്. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തിക്കേണ്ടതാണ്. എന്നാൽ 2023 ഈ ഒരു നിപ ഔട്ട്ബ്രേക്ക് ഉണ്ടായ സമയത്ത് ഈ ഒരു മരുന്ന് എല്ലാ ആശുപത്രികളിലും, പ്രധാന ആശുപത്രികളിലും ലഭ്യമാക്കണമെന്ന് ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ഈ ഒരു രോഗവ്യാപനം പല വിധത്തിലുള്ള ബാക്ടീരിയയും വൈറസും വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് തടയാൻ എത്രയും പെട്ടെന്ന് കഴിയണം. അല്ലെങ്കിൽ വലിയ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം പോകുന്നത്. കാരണം മഴക്കാലമാണ്. മഴക്കാലത്ത് പൊതുവെ ഇത്തരം പകർച്ചവ്യാധികൾ കൂടുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടിയായിട്ട് ഈ രോഗവും മരണനിരക്കും ഒക്കെ കൂടുന്ന ഒരു സാഹചര്യം. അഖില.